ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ ജീവിച്ചവരാ ഞാനും നിങ്ങളും. ഏത് ദൈവത്തെ? സത്യദൈവത്തെ. എന്നാൽ യേശു ഉള്ളത്തിൽ വന്ന് രക്ഷാനിർണയം പ്രാപിച്ച് സത്യസുവിശേഷം കേട്ടപ്പോ മനസ്സിലായി നാം എത്തേണ്ടടുത്ത് എത്തി. ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തെ വിളിക്കുന്നവരാ, ഇല്ലേ? എല്ലാവരും ദൈവത്തെ വിളിക്കുന്നവരാ. ഹൈന്ദവ സ്നേഹിതന്മാരും ദൈവത്തെ വിളിക്കുന്നവരാ. മുസ്ലിം സഹോദരങ്ങളും ദൈവത്തെയായി വിളിക്കുന്നത്. നാമധേയ ക്രൈസ്തവരും ദൈവത്തെയാ വിളിക്കുന്നത്. എല്ലാവരും ദൈവഭക്തിയുള്ളവരാ. എല്ലാവരും ഭക്തിയുള്ളവരാ, ദൈവഭക്തി. ഒരു കാലത്ത് ഞാനും നിങ്ങളും എല്ലാം അങ്ങനെ ഭക്തിയോടെ ജീവിച്ചവരാ. ക്ഷേത്രത്തിൽ പോകുന്ന മാന്യ സഹോദരന്മാര് ദൈവത്തെയാ വിളിക്കുന്നത്. പണ്ട് മലയ്ക്ക് പോകുമ്പോ ചൊല്ലുമായിരുന്നു. നിങ്ങൾ ചിലരെ ചൊല്ലിട്ടുണ്ട്. അയ്യനെ നിനച്ചെന്നു വസിച്ചുടൻ പയ്യ നേരം പുലേരന്ത ശാന്തര് ജോവിനോട് തിരിച്ചു വടക്കോട്ട് ദൈവമായുള്ള ഒരയ്യപ്പ ഭാഗ്യമ. അപ്പം അങ്ങനെ ചൊല്ലുന്നത്, ദൈവത്തെയായി വിളിക്കുന്നേ. അപ്പോൾ ഹൈന്ദവ സ്നേഹിതന്മാരും ദൈവത്തെയാ വിളിക്കുന്നേ. മുസ്ലിം സഹോദരന്മാരും ദൈവത്തെയാ വിളിക്കുന്നത്. നാമധേയരായ ക്രൈസ്തവരും ദൈവത്തെയാ എല്ലാവരും ദൈവത്തെ ഭജിക്കുന്നവരാ. എന്നാൽ നമുക്ക് ലഭിച്ച വിശേഷത എന്താന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിനെ ആരാധിപ്പാനും അംഗീകരിപ്പാനും സേവിപ്പാനും സ്നേഹിപ്പാനും ഭാഗ്യമുണ്ടായി. യേശുക്രിസ്തു ആരാ? മോളെ 2:11 തീത്തോസ് ഒന്നുകൂടെ വായിച്ചു. സകല മനുഷ്യർക്കും ഭാഗ്യകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും. ഞാനിങ്ങനെ ഇരുന്നാലും തെറ്റുമ്പോ എനിക്കറിയാം. പുള്ളി ഇരിപ്പായി പോയി, എന്നാ എങ്ങനെയും വായിച്ചു കൊടുക്കാം. പുള്ളി പഴയതുപോലല്ല, ഇത്ര പാറശാല വന്ന് ഇരിപ്പായി പോയി. എന്നാ ഒന്നുകൂടെ വായന. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും. ഭാഗ്യകരമായ ഈ പ്രത്യാശ എന്തുവാ? ഭാഗ്യകരമാ. പരമൊരു ജഡജക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യരില്ല. പരമൊരു ജഡജക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യരില്ല. പാർത്തിൽ കുലശേഖരില്ല, പഠിച്ചൊടിച്ച് തന്നെ നിൽക്കുമ. ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. തരമെടും അലങ്കാരമില്ല, സ്ഥാനമാന ശോഭമില്ല, പരനോട് പയനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്ക മാത്രം. ഭാഗ്യമിത്, കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ കൂടെ 1-2 സഹോദരന്മാരുണ്ട്. ഇവർക്ക് കുഴപ്പമുണ്ടെന്നല്ല, അവർക്ക് അമ്മേനെ കണക്കും നിർത്തേണ്ടതും എടുക്കേണ്ടതും ഒക്കെ അവർക്കറിയാം. ഇവരും 2 ആഴ്ച കൂടെ വരികയാണെങ്കിൽ കാര്യം നടക്കും. ഇപ്പം പെട്ടെന്നായതുകൊണ്ട് ചെറിയ പരുവക്കേടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും. ആ പദം വായിച്ചേ മോളെ.
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് ആ. മഹാദൈവവും മഹാദൈവം ആര്? യേശു ക്രിസ്തു. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തു. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു മഹാദൈവമാണ്, യേശു ക്രിസ്തു രക്ഷിതാവാണ്. അത് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടെ. അതുകൊണ്ടാണ് നാം ഭാഗ്യവാന്മാരായി തീർന്നത്. അപ്പൊ പണ്ട് നമുക്കിതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെക്കാൾ ശക്തി ഉള്ളവരെല്ലാം ദൈവമാണ് നമ്മൾ ചിന്തിച്ചു. നമ്മളെക്കാൾ ശക്തി ഇല്ലേ? അവിടെ എല്ലാം നമ്മൾ പോയി. അവിടെ ഉണ്ടായിരുന്ന ദൈവം തങ്ക എന്നാ പേര്. തള്ളക്കിച്ചിര ചുണയുള്ളത് കൊണ്ട് ദൈവമായി. ശാന്തമ്മ ദൈവമാണോ? ബാബു ദൈവത്തിന്റെ പേരാ. പേരിന് പോലും ഒരു സുഖമില്ല. ദൈവത്തിന്റെ പേര് പറയുമ്പോ ഒരു ഉണ്ടല്ലോ, ആരാ നിങ്ങളുടെ ദൈവം? ബാബു. ഓ, അതൊരു സുഖമില്ല. ഈ ബാബുവും ശാന്തമ്മയൊന്നും ദൈവമല്ല. ദൈവത്തിന്റെ സ്വഭാവ വിശേഷതയുണ്ട്. അതെന്താ? ദൈവം സർവശക്തനാ, സർവജ്ഞാനിയാ, സർവവ്യാപിയാ, സർവത്തെ സൃഷ്ടിച്ചവനാ, സർവത്തെ നിയന്ത്രിക്കുന്നവനാ, സർവത്തിന്റെ അധികാരമുള്ളവനാ, സർവത്തെയും അവൻ നിയന്ത്രിച്ചു നിർത്തുന്നവനാ. അതാ ദൈവം. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല. അടുത്ത കാലത്ത് കേട്ട് ദൈവത്തിന് പനിയാന്ന്. പനി വരുന്നാന്നോ ദൈവം? ഇന്നാള് കേട്ട കോവിഡിന്റെ സമയത്ത് ദൈവത്തിന് കോവിഡായെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പം ദൈവത്തിന് പോസിറ്റീവ്. അയ്യോ, എന്നാ ദൈവമാണ്? ദൈവത്തിന് പോസിറ്റീവ്. പിന്നെ കുറച്ചു നാൾ കഴിയുമ്പോൾ ദൈവം മാസ്ക് ഒക്കെ വെച്ചെന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. മാസ്ക് വെച്ചാന്നോ ദൈവം? പണ്ട് പേപ്പർ വായിച്ചതാ ദൈവം ഐസിയുലായെന്ന്. പേപ്പർ കണ്ടതാ. വെന്റിലേറ്റർ കയറ്റി എല്ലാരും പ്രാർത്ഥിക്കണം ദൈവത്തിന് ശ്വാസം കിട്ടുന്നില്ലെന്ന്. ഏതോ ഒരു ദൈവമാണ്. ശ്വാസം കിട്ടാത്ത ആളല്ല ദൈവം. അവിടുന്ന് അല്ലയോ ശ്വാസം തന്നത്. ഊതി മൂക്കിലോട്ട് ജീവനും തന്നു. ആദികളൊടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. ആദികളൊടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേ ജീവനായകനെ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. ഇവിടെ വായിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു മഹാദൈവമാണ്. ഒരു കാലത്ത് നമുക്കിത് അറിയത്തില്ലായിരുന്നു. ഇതറിയാൻ പാടില്ല എന്നതുകൊണ്ട് എവിടെല്ലാം നമ്മൾ ഓടി, എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പ്രവർത്തിച്ചു, എന്തെല്ലാം പരിപാടികൾ ചെയ്തു. യിരെമ്യാവ് പറയാ ഒരു ഗുണവും വന്നില്ലെന്ന്. യിരെമ്യാവ് പറയാ ഒരു ഗുണവും. മീകാപ്രവചനത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ വിളിക്കുന്ന സകല മനുഷ്യന്റെ മുഖം വിളറിയിരിക്കുന്നെന്ന്. ഇതെല്ലാം ചെയ്തിട്ടും ഒന്നും വന്നില്ല. എന്നാൽ സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതാ ഇവിടെ പൗലോസ് പറഞ്ഞു, എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ, നമ്മുടെ കാര്യമാണ്, ദൈവത്തെ അറിയാതെ, ആ സത്യദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് കൂടെ വായിക്കുവച്ചേ അടിമപ്പെട്ടിരുന്നു. ഒന്നുകൂടെ വായിച്ചേ ചേർത്ത്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർ. സ്വഭാവത്താൽ മുമ്പേ പറഞ്ഞവരാരും സ്വഭാവത്താൽ ദൈവമല്ല. ഏതാ? ശാന്തമ്മയും തങ്കയും ബാബു, ഇവരാരും സ്വഭാവത്താൽ ദൈവമല്ല. ദൈവത്തിന്റെ പരിഭാഷയ്ക്ക് ആള്. അയ്യോ, സായിപ്പം മതമേ തുരുതുരാന്ന് ഇംഗ്ലീഷ് പറയുമ്പോ ദൈവം കണ്ണും തള്ളി നിൽക്കുക. അവ അടുത്ത് നിൽക്കുന്ന ആള് പറഞ്ഞു കൊടുക്കണം, ദൈവമേ അവരിന്നതാ പറഞ്ഞ്. ഓ അതാണ്. ആ
ദൈവം ഇങ്ങനെ ഇരിക്കുക, ഏതാണ്ട് ഒക്കുന്നുമുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല എന്തിയോ. സാഹിബ് എല്ലാം തുരുതുരാന്ന് പറയുമ്പോ ദൈവം കണ്ണം തള്ളിരിക്കുക. ABCD പോലും ജോലി അറിയാൻ മേലാത്ത ദൈവം. അന്നേരം കൂടെ വന്ന പുള്ളി പറഞ്ഞു, ദൈവമേ സാഹിബ് ഇതാ പറഞ്ഞു. ഇത് സാഹിബിനോട് പറഞ്ഞു. അങ്ങനെ ദൈവം പറഞ്ഞ എല്ലാം സാഹിബിനോട് ഇടയ്ക്ക് നിന്ന പുള്ളി ദൈവം ഇങ്ങനെ ഇരിക്കുക. ദൈവത്തിന് മഹത്വം. ഭാഷ അറിയാൻ മേലാത്ത ആളല്ല ദൈവം, അവിടുന്ന് സർവജ്ഞാനിയാ. ഭാഷ കൊടുത്തവനും ഭാഷ കലയ്ക്കവനും ഇനി ഭാഷ ഒന്നാക്കുന്നവനെല്ലാം ദൈവമാണ്. ഭാഷ അറിയാൻ മേലാത്ത ആളല്ല ദൈവം. മനസ്സിലായോ? ദൈവത്തിന് മഹത്വം. അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. ഈ പറഞ്ഞ കക്ഷികൾ ജാതമ്മയും ബാബു തങ്കയും പിന്നെ ആരൊക്കെയാ? നിങ്ങളുടെ അതുപോലെയാണ്. പാപ്പച്ചനും പാപ്പി അപ്പച്ചനും ഇതൊന്നും ദൈവമല്ല. ദൈവം ഒരാളേ ഉള്ളൂ. ആ വിവരം, ആ അറിവ്, ആ ബോധം ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നു. ആ നല്ല മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അങ്ങേർക്ക് വിവരം ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരെണ്ണത്തിന് വിവരം വെക്കുന്നില്ലല്ലോ എന്നാ. ഒരു ദൈവം. യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ ദൈവം ഒരുവനാ, പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുക. ഏകദൈവം. അപ്പൊ നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അപ്പൊ ഒരു കാലത്ത് നമുക്കിത് അറിയത്തില്ലായിരുന്നു. അതാ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. അടുത്തത് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഭർത്താവ് വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിലും അറിയുന്ന നല്ല ഒരു ദൈവമുണ്ട്. ഭാര്യ വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിലും അറിയുന്നൊരു ദൈവമുണ്ട്. മാതാപിതാക്കളും മക്കളും എല്ലാം വേണ്ട വിധത്തിൽ നമ്മെ അറിയത്തില്ലെങ്കിലും പ്രിയരെ നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. അങ്ങനെ ദൈവം അറിഞ്ഞിരിക്കുക. നിങ്ങള് ബലഹീനവും ദരിദ്രമായ പഴയതിലോട്ടൊന്നും ഇനി പോകരുത് കേട്ടോ. വിട്ടു പോണതിലോട്ടൊന്നും ഇനി പോകരുത്. അതൊക്കെ കൺവെൻഷൻ ആയതുകൊണ്ടെല്ലാം തെളിച്ച് പറയാനൊക്കത്തില്ല. എന്നതൊക്കെയാ വിട്ടത്, ഇപ്പൊ അങ്ങോട്ട് പോകുന്നുണ്ടോ, ഇതൊന്നും ഇത് കൺവെൻഷൻ ആയതുകൊണ്ടൊക്കത്തില്ല. ദൈവത്തിന് മഹത്വം. ആ പഴയ ചില കാര്യങ്ങളുണ്ട്, അതിലോട്ടൊന്നും ഇനിയും പോകരുത്. നാം ദൈവമക്കളാണ്. സകലതും പുതിയതാക്കിയിരിക്കുകയാണ്. നമുക്ക് ആ വിഷയം എടുത്ത ഭാഗത്തേക്ക് വരണമല്ലോ. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ട? സകല ജാതികളും കേൾക്കണം. എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷയ്ക്ക് ഉതകുന്ന മാർഗം, രക്ഷിക്കുന്ന മാർഗം. രണ്ട്, സമാധാനം തരുന്നതാ. മൂന്ന്, പ്രത്യാശ നൽകുന്നതാ. സ്തോത്രം. അടുത്തത്, സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? എല്ലാരും കേൾക്കണം. ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മർക്കോസ് 1:14-15 വായിച്ചു. ഇനിയും ദീർഘമാക്കുന്നില്ല, ഓടിച്ചങ്ങ് പോകുക. അറിവുള്ള കാര്യമാ. എന്നാൽ യോഹന്നാൻ ചത്തുപോയോ? എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട്. അപ്പോൾ സുവിശേഷം ശരിക്കും പറഞ്ഞാൽ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം ഉണ്ടാകണം. ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ ആ കേൾക്കുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം. എന്തുവാ മാനസാന്തരം? തിരിഞ്ഞു വരണം. നേരത്തെ ചെയ്തത്, പ്രവർത്തിച്ചത്, ആമേൻ കാണിച്ചത് എല്ലാം വിട്ടേച്ച് തിരിഞ്ഞു വരണം. അതാ സുവിശേഷം കേട്ട മാനസാന്തരം. മാനസാന്തരത്തിന് ഏറ്റവും നല്ല ഉദാഹരണം സക്കായിയുടെ മാനസാന്തരമാണ്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ മുന്നോട്ട് ഓടി ഒരു കാട്ടത്തിയുടെ മേളിൽ കയറിയിരുന്നു. എങ്ങനെയുള്ളവനെന്ന് കാണാൻ ഈ സക്കായി കേട്ടു, യേശുവിനെ പറ്റി കേട്ടു, പക്ഷെ കണ്ടിട്ടില്ല. അതാ നീളക്കുറവാണ്.
ശരിക്ക് കാണാനൊക്കുന്നില്ല. അപ്പൊ പുള്ളിക്കൊരാഗ്രഹം എങ്ങനെയുണ്ടെന്നൊന്ന് കാണണം. യേശുവിനെ പറ്റി കേട്ടു. അപ്പം യേശുവിനെ പറ്റി കേട്ടത് എന്റെ ഭാവന അങ്ങ് പറയുക, തെറ്റാന്നെ അങ്ങ് ക്ഷമിച്ചു തരും. പുള്ളി കേട്ടു. അപ്പോ ഒരാൾ പറഞ്ഞു 30 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, നല്ല മിടുമിടുക്കനാന്ന് പറഞ്ഞു. കാണാൻ 30 വയസ്സ് 30 വയസ്സ് കഴിഞ്ഞു, പക്ഷെ നല്ല മിടുക്കനാ. ആ മുഖത്തോട്ട് നോക്കിയാൽ നമ്മൾ കണ്ണ് പറിക്കുകയല്ലെന്ന് പറഞ്ഞു. അതിനാ കുട്ടി ഇന്നാള് പള്ളിയിൽ വന്ന് പള്ളിയിരുന്ന മുഴുവൻ ആൾക്കാരുടെയും കണ്ണ് നമ്മളെ ഒന്ന് കണ്ടേച്ച് പിന്നെ നോക്ക് പോലും ഇല്ല. നമ്മുടെ ഇരിപ്പ് കണ്ടാ നോക്കാനേ തോന്നുകയല്ല. വന്ന് ചുമ്മാ വന്ന് മെനക്കേടായിട്ടിരിക്കുന്നതൊക്കെ കണ്ട ഒന്നേ നോക്കുള്ളൂ, നോക്കിയല്ലോ ഒന്നായി പോകും. എന്നാൽ യേശുവിന്റെ മുഖത്തോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ണ് പറിക്കാൻ അത്രയ്ക്ക് സൗന്ദര്യമാണ് ആണെന്ന്. അലങ്കാര ഭാഷയിലാണെങ്കിലും ശൂലേമി തന്റെ പ്രാണപ്രിയനെ പറ്റി ഇങ്ങനെ പാടി. അവള് നേരിട്ട് കണ്ടിട്ടില്ല, അമ്മയുടെ കൊടുത്ത അവളങ്ങ് പോയല്ലോ. അവനങ്ങ് പോയി. അമ്മയാ വളർത്തിയത്. വളർത്തി അമ്മ, എന്റെ ഭാഷ പറഞ്ഞ ചൊല്ലും ചോറും കൊടുത്ത് ശൂലേമിയെ വളർത്തി. അവള് മിടുമിടുക്കി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അമ്മ പറഞ്ഞു കൊടുക്കും, നിന്നെ ഇങ്ങനെ അമ്മ പ്രസവിച്ച് നാരകത്തിന്റെ ചോട്ടിലിട്ടതാ, ആരും ഇല്ലായിരുന്നു. അപ്പം അവനെ ആടിനെ തീറ്റാൻ പോയപ്പം നിന്നെ കണ്ട് കോരി എടുത്തുകൊണ്ട് വന്ന് തന്നതാ. നീ അന്ന് മലക്കക്കിടക്കെ കിടക്ക ചോരയാ. തന്നേച്ച് അവനങ്ങ് പോയി ആടിനെ മേയ്ക്കാൻ. എന്നോട് തന്നേച്ച് പറഞ്ഞു, വളർത്തി വലുതാക്കണം, മിടുക്കിയായി, സുന്ദരിയായി, സുമുഖിയായി, മിടുമിടുക്കിയായി, കാണാൻ കൊള്ളാവുന്നവളാകുമ്പോ ഞാൻ തിരിച്ചു വന്ന് കല്യാണം കഴിച്ചോണ്ട് പൊക്കോളാന്ന്. ആരോട് പറയാൻ? എന്നിട്ട് ലവനങ്ങ് ഗിലിയാദ് മലഞ്ചെരിവ് കൂടെ കയറി ആടിനെ, ചെമ്മരിയാടും കോലാടും ഒക്കെ അതിനെ തീറ്റി അങ്ങ് പോകുക. ഞാൻ പാട്ട് പാടട്ടെ. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും, ചെല്ലും നിത്യത മണവാട്ടിയും യുഗയുഗവാണിടുക. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും. ഞാൻ പാടുന്ന സ്പീഡ് വരണം. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും, ചെല്ലും നിത്യത മണവാട്ടിയും യുഗയുഗവാണിടുക. പുതുയുഗ പുലരിയും പുതുഗാനത്തിൽ ഈരടികൾ കേൾക്കാറാ. അപ്പൊ ശ്രദ്ധിക്കുക, ചെമ്മരിയാടും കോലാടും ഇതിനെയൊക്കെ മേയിച്ച് അങ്ങ് കൊണ്ടുപോവുക. നിങ്ങള് നിൽക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇനിയുണ്ട്. അപ്പം അമ്മ ഈ പെൺകുട്ടിയോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എടീ, നിന്നെ രക്ഷിച്ച പയ്യൻ ഇങ്ങനെ മിടുക്കനാ, സുന്ദരനാ. അപ്പൊ ഈ പറഞ്ഞുള്ള അറിവും കേട്ടുള്ള അറിവും വെച്ച് ഇവളിങ്ങനെ ഈ ഇടയച്ചെറുക്കനെ പറ്റി പാടി പറഞ്ഞ് പുലമ്പിയിരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ആ ശലോമോൻ ഇവളെ പിടിച്ചോണ്ട് പോയി അവന്റെ കൊട്ടാരത്തിൽ കൊണ്ടിട്ട് ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ അവിടുത്തെ കുറെ പെണ്ണുങ്ങളുണ്ട്, എല്ലാം പരുവക്കേടുകാരികളാ. പോട്ടെ. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് ഈ ശൂലേമയുടെ ചുറ്റുവരുന്ന് ചോദിച്ചു, നീ ആരെ പറ്റിയായി പാടുകയും പറയുകയൊക്കെ ചെയ്ത് ഞങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞു, എന്നെ വീണ്ടെടുത്തൊരു ഇടയച്ചെറുക്കനുണ്ട്, എന്നെ രക്ഷിച്ച ഇടയച്ചെറുക്കനുണ്ട്, അവനാണ് എന്റെ പ്രാണപ്രിയൻ. അപ്പൊ ഇവരിൽ പെണ്ണുങ്ങളെല്ലാം കൂടെ വെച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ? അവള് പറഞ്ഞു, വിശേഷത ഉണ്ടെങ്കിൽ അവനേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ശലോമോന്റെ വിശേഷതയൊക്കെ വന്നു. ശലോമോന്റെ വിശേഷതയൊന്നും പറയാതിരിക്കുന്നതാ? ഓ, പറയണോ? ഒന്നും മിണ്ടാതിരിക്കുന്ന നല്ലത്, പരുവക്കേടായി. അപ്പം എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. മോളെ 9-ാം വാക്യം മുതൽ വായിച്ചു. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എന്റെ പ്രിയൻ. അപ്പൊ അവള് മറുപടി പറയാ, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷത ഉള്ളൂ? നല്ലോരിൽ സുന്ദരി നിന്റെ
നിന്റെ പ്രിയനെന്തോ വിജയമുള്ളോ. ആയിരം പത്താളെ നോക്ക ആദിലേശു മുഖ്യനായി ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ വിശേഷത ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ വായിക്കുമ്പോൾ അംഗപ്രത്യംഗ വർണ്ണന അങ്ങോട്ട് വിവരിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ സക്കായി ഇവൻ എങ്ങനെയുള്ളവനെന്ന് കാണണം. കേട്ടിട്ടുണ്ട് സൗന്ദര്യം ഉണ്ടെന്ന്. പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. കണ്ണ് ചിമ്മുന്നുമില്ല, അശ്രദ്ധയോടിരിക്കുന്നതിന് ഇങ്ങനെ നോക്കാണ്. വായിന്ന് വരുന്നതും അതുപോലെ തന്നെ ലാവണ്യമാക്കാം, അല്ല നിന്നെ സംഹരിക്കും, നിന്നെ അങ്ങനെയാണോ നിൽക്കുന്നത്? യേശുവിന്റെ കയ്യിൽ ഒരു വലിയ കൊടുവാണ്, അങ്ങനെയാണോ യേശു നിൽക്കുന്നത്? അയ്യോ, വായിന്ന് വരുന്നതെല്ലാം ലാവണ്യമാക്കാം. ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിനക്ക് സമാധാനം തരും, ഞാൻ നിന്നെ രക്ഷിക്കും. പൊക്കോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു, സമാധാനത്തോടെ പൊക്കോ. സ്ത്രീയെ, നിന്നെ ആരും വിധിച്ചില്ലേ? ഇല്ല ഗുരു. ഇനി പാപം ചെയ്യരുത്, പോ. ഇതൊക്കെയാ അവിടുന്ന് വരുന്നത്. സ്തോത്രം. വായിന്ന് വരുന്നതെല്ലാം ലാവണ്യമാക്കാം, മുഖത്തിൽ നിന്ന് നോക്കിയാൽ കണ്ണം പറിക്കുകയല്ല. കേരളത്തിലൊരു പഴയ പാട്ടുകാരൻ അപ്പച്ചനുണ്ടായിരുന്നു, മരിച്ചുപോയി, പേരുശ്ശേരി മത്തായിച്ചനെ മുഖത്തോട്ട് നോക്കിയ ഒരു വരി എഴുതി: കോടി സൂര്യ പ്രഭയറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. അപ്പോൾ ആ മുഖത്തേക്ക് നോക്കിയിട്ട് കോടി സൂര്യപ്രഭ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് മറക്കുകയല്ല. ഇത്രയ്ക്ക് സൗന്ദര്യമാണ്. മുമ്പ് ഇവിടെ ആരോ പാട്ട് പാടിയല്ലോ, മേലുള്ള റേഷല്. ആരാ പാടിയേ? ഉള്ള കുഴപ്പമില്ല. അതിനകത്ത് ഒരു വരിയുണ്ട്. സാറ് ആ മുഖത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ എഴുതിയത്: നിൻമുഖത്തു നിന്നു തൂകും നന്മ പൂരത്തിൽ അമ്പേ മുങ്ങിലേക്കുന്നു ദിവ്യ ജ്ഞാനികൾ, നിന്റെ നന്മൊഴി കടികണയും അതിനൊരു നവ്യമയസയൻസുമില്ല, സമ്മതിക്കും നഗ്നരല്ല പ്രാണികൾ, ഉണ്മയറിയുന്നതില്ലേ മാനികൾ. ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീടുന്നു. നിൻ മുഖത്ത് നിന്ന് തൂകും നന്മധു പുരത്തിൽ അമ്പേ. ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ തേൻ ഇറ്റിറ്റ് വീടുന്നു. തേൻ ഇറ്റിറ്റ് വീണ ആരും എഴുന്നേറ്റ് പോവോ? അവിടെ ഇരിക്കും. അവിടുത്തെ മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീടുന്നു, വായിന്ന് ലാവണ്യവാക്കം വരുന്നു. മാത്രമാണോ 30 വയസ്സ് കഴിഞ്ഞതുള്ളൂ, എന്തോ സൗന്ദര്യമാണ്, ഭയങ്കര സൗന്ദര്യം. അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. ആ ദേഹത്ത് തൊട്ടാൽ രോഗശാന്തി, ദേഹത്ത് തൊട്ടാൽ രോഗശാന്തി. അദ്ദേഹം വന്നൊരു മഞ്ചത്തെ തൊട്ടപ്പം ചട്ടയിറക്കം ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. അത്രയ്ക്ക് ശ്രേഷ്ഠനായ യേശു. ഒരു കൂനിത്തള്ള ഉണ്ടായിരുന്നു 18 വർഷമായിട്ട്, ജമ്മിയിരിക്കുമ്പോഴല്ല നല്ല ഇരിക്കുന്നത്. അല്ല, കൂനിയമ്മ യേശു അങ്ങോട്ട് ചെന്ന് വെച്ച് പറഞ്ഞു, അമ്മേ ബന്ധനം അഴിച്ചെന്ന് പറഞ്ഞു. നല്ലതല്ല, കമ്പിവടി പോലെ ആണെന്ന് പോവുക. അതാ യേശു. പർവ്വത പ്രസംഗം കഴിഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോ ഒരു കുഷ്ഠരോഗി പറഞ്ഞു, ഗുരു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. എന്നോട് ആർക്കും മനസ്സില്ല. അവന്റെ ഹൃദയവേദന കണ്ട് യേശു കൈ നീട്ടി തൊട്ടു, അന്നേരം ശുദ്ധമായി. പക്ഷപാതക്കാരൻ 38, പഴയ ആളാ 38കാരൻ, എഴുതിന്റെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അന്നേരം പുള്ളി പോയെന്നുള്ളതാണ്. അതാ യേശു. അപ്പൊ ഇത് സക്കായി കേട്ടു. അപ്പൊ സക്കായിക്ക് ഒരു ആഗ്രഹം, എങ്ങനെയുള്ളവനെന്നൊന്ന്
കാണും. പുള്ളി മുന്നോട്ട് ഓടി ഒരു കാട്ടത്തിയുടെ മേളിൽ കയറിയിരുന്നു. യേശു നടന്നിങ്ങോട്ട് വന്ന അത്തിയുടെ കീഴിൽ വന്നിച്ച് പുള്ളി യേശു മേളിലോട്ട് നോക്കി കഴിഞ്ഞ് ഉരുണ്ട് വീഴാതെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഉരുണ്ട് വീഴരുതെന്ന് എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ വെപ്രാളമാകുമ്പോൾ ചിലപ്പോൾ ഉരുണ്ട് വീഴാൻ സാധ്യത, ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ അത്തിയുടെ മേളിൽ കയറിയിരിക്കുക, ആരും കാണരുതെന്ന് പറഞ്ഞിരിക്കുക. യോ അഗ്നിയാലിക്കത്തോ കണ്ണുള്ളവനാ താഴെ വന്ന് നിൽക്കുന്നത്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കൂടെ ഊളികെട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിൽ മറഞ്ഞിരുന്ന ചതുർദ്രമ കണ്ടവനാ കർത്താവ്. എന്നാണ് നീ അത്തിയുടെ മേളിൽ കയറി കാണാതെ? എവിടെ ഇരുന്നാലും യേശു കാണും. യവന് അത്തിയുടെ മേളിൽ ഇരിക്കുക, യേശു താഴെ ചെന്ന് പറഞ്ഞ് ഇനി വരാൻ പറഞ്ഞു. വേറെത്തിനാന്നെ അത്തിയുടെ കീഴിലിരിക്കുക അല്ലേ? അവനെ ഒരു എന്ന് പറഞ്ഞ എനിക്ക് നിന്നെ അറിയാന്ന് പറഞ്ഞു. അയ്യോ ഇപ്പം നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പം ഞാൻ നിന്നെ, അപ്പം അത്തിയുടെ മേളിൽ ഇരുന്നാലും കാണും. പിന്നെ ചരിത്രം പറയുന്നത് ഈ ആദി മാതാവും പിതാവുമാകുന്ന ആദമും ഹവ്വായും പാപം ചെയ്തിട്ട് അത്തിക്ക് മറഞ്ഞിരുന്നെന്നാ പറഞ്ഞത്. അത്തിക്ക് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും അത്തിയാകാനാ സാധ്യത. കാരണം ഈ തള്ള അത്തിയില കൊണ്ടാ ഇത് കൂട്ടി തുന്നിയത്. അപ്പം മിക്കവാറും അതിന് മറഞ്ഞിരിക്കാനാ അല്ലേ? അത്തിയല. അമ്മാമ്മയ്ക്കൊരു മിടിയും അച്ഛനൊരു ബർമുടയൊക്കെ തയ്പ്പിച്ച് പാപം ചെയ്ത് വെച്ച് രണ്ടും കൂടെ വെളുപ്പിനെ അടക്കുക. അപ്പം അത്തിക്ക് മറഞ്ഞിരിക്കാനാ സാധ്യത. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തിക്ക് മറഞ്ഞിരുന്ന കർത്താവ് നിന്നെ കാണും. അത്തിയുടെ മേളിൽ ഇരുന്നാലും യേശു നിന്നെ കാണും. അത്തിയുടെ കീഴിലിരുന്നാലും വേറെത്തിനെ പോയി സാമാനങ്ങളുടെ ഇടയിൽ പോയി ഇറങ്ങിയിരിക്കുക. സാമാനങ്ങൾ ഇഞ്ഞു വരാൻ പറഞ്ഞു. അവനെയും പിടിച്ച് ഒരു തള്ളയാന്നെ അകത്തിരുന്ന് ചിരിച്ചു. അപ്പം കർത്താവ് ചോദിച്ചു, സാറാ എന്തിനാ ചിരിച്ചത്? ചിരിച്ചല്ല, പക്ഷേ പല്ല് പൊങ്ങിയതുകൊണ്ട് തോന്നിയതാണ്. ദൈവം തമ്പുരാന് പല്ല് പൊങ്ങിയാലും അറിയാൻ, ചിരിച്ചാലും അറിയാം. അതൊക്കെ ദൈവത്തിനൊന്നും മണമല്ല. നീ ചിരിച്ചത് കൊണ്ട് സൂക്ഷം അടുത്താണ്ടി ഒരു കൊച്ചിനെ പാല് കൊടുക്കുമെന്ന് പറഞ്ഞു. തള്ളയുടെ അകവാള് വിട്ടിപ്പോയി. സ്തോത്രം. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലെന്ന്. എവിടെ ഇരുന്നാലും ചിലപ്പം മതിലിന്റെ സൈഡിലായിരിക്കും, വെളിയിലായിരിക്കും, റോഡിലായിരിക്കും, വഴിത്തലക്കിലായിരിക്കും. മറി ഇവിടെ യോഗത്തിന് വന്ന 3-4 പേര് വേണ്ട അവിടെ ഇരിക്കുക. ഇങ്ങോട്ട് നിങ്ങൾ വരുന്നില്ല, പരുവക്കാടാന്ന് തോന്നുന്നു. വയ്യെന്ന് തോന്നുന്നു. അയ്യായിരിക്കല്ലേ മനമ്പം മുതല നിങ്ങൾ അവിടെ ഇരിക്കുക. എന്നാലും അവിടെയും ഇരിക്കുന്നല്ലോ. എവിടെ ഇരുന്നാലും കൊള്ളാം, കർത്താവ് നിന്നെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം. ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയോ തബലയായിട്ട് അങ്ങോട്ട് ഒത്തു വരുന്നില്ല എനിക്ക്. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. സ്തോത്രം. ഹൃദയത്തിലെ നിരൂപണവും അവിടുന്ന് ദൂരത്ത് നിന്ന് അറിയുക. ഇന്ന് രാത്രി നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അത്തിയുടെ മേളിൽ ഇരുന്നാലും ദൈവം നിന്നെ അറിയും, അത്തിയുടെ കീഴിലിരുന്നാലും നിന്നെ അറിയും, അത്തിക്ക് മറിഞ്ഞിരുന്നാലും അറിയും, സാമാനങ്ങളുടെ ഇടയിൽ പോയി ഇരുന്നാലും അറിയും. നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം. നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവം. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, സക്കായി എങ്ങനെയുള്ളവനെന്ന് അറിയാൻ ഓടിക്കേറി. കർത്താവ് അവിടെ വന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. സക്കായിയുടെ മാനസാന്തരം നിങ്ങൾക്ക് അറിയാം. യേശു വീട്ടിൽ വന്നപ്പോഴെ പറഞ്ഞു, ഗുരു പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാ മാനസാന്തരം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, അന്യന്റെ ഒന്നും നിന്റെ കൈവശം കാണരുത്. കൈവെടിപ്പായിരിക്കണം. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ അപ്പനോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊന്നും അടിച്ചു മാറ്റരുത്. കള്ളയാധാരം ഉണ്ടാക്കരുത്.
അപ്പം ജാഗാറായി കിടന്നപ്പോ ഇങ്ങനെ ചരിഞ്ഞു കിടന്നപ്പോ കുറുക്ക് കൊടുത്ത കൂട്ടത്തിൽ തള്ളവരെ പിടിച്ച് അവരാ നമുക്ക് അതിന് പോയി കള്ളയാധാരം ഉണ്ടാക്കി. ശുഭം വരത്തില്ല. കൈവെടിപ്പായിരിക്കണം. ആരെയും ചതിക്കരുത്, ആരെയും വഞ്ചിക്കരുത്. മറ്റൊരുത്തന്റെ 1 രൂപ പോലും നീതിക്ക് നിരക്കാത്ത നിന്റെ കൈവശം കാണരുത്. കൈവെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. കൈവെടിപ്പായിരിക്കണം. ദൈവത്തിന് മഹത്വം. വെടിപ്പായിരിക്കണം കയ്യെ. അതാണ് മാനസാന്തരം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും. 1, മാനസാന്തരം ഉണ്ടാകും. 2, സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും. ഓടിച്ചു പറയാം, സ്നാനം നടക്കും. ഷണ്ണൻ യെരൂശലേം ദേവാലയത്തിൽ പോയിട്ട് തിരിച്ചു വരിക, തേരിനകത്ത് തിരിച്ചു വരുമ്പോൾ തിരുവെടുത്ത് വായിച്ചോണ്ടാ വരുന്നത്. അപ്പോൾ പീലിപ്പോസ് ശമരിയിൽ ശുശ്രൂഷ ചെയ്യുക. പീലിപ്പോസിനോട് ദൈവാത്മാ പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് പോകണം. പീലിപ്പോസ് ഓടി. അപ്പൊ രഥം വരുന്നു. ചേർന്ന് നടക്കാൻ പറഞ്ഞു, ചേർന്ന് കിടന്നു. കേറിയിരിക്കാൻ പറഞ്ഞു, കേറിയിരുന്നു. അപ്പോൾ ഷണ്ണനോട് ചോദിച്ചു, എന്തുവാ എടുക്കുന്നത്? വായിക്കുന്നു. എന്തുവാ? തിരുവെടുത്ത്. ഏത് ഭാഗം? യെശയ്യാവ്. ഏത് ഭാഗമാ? 53. ഏതാ വാക്യം പറ. അറുക്കാനുള്ള ആടിനെ പോലെ എന്നെ എണ്ണുന്നു. അപ്പൊ ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നു? ഷണ്ണൻ പറഞ്ഞു, ഒരുവൻ പൊരുള് തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ പീലിപ്പോസ് ഈ തിരുവെടുത്ത് ആധാരമാക്കി അവരുടെ സുവിശേഷം പറഞ്ഞെന്ന മോളെ 35-ാമത്തെ വാക്യം വായിച്ചേ. ഫിലിപ്പോസ് ഈ തിരുവെടുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ, അപ്പോൾ ശരിക്കും സുവിശേഷം അറിയിച്ചു. അങ്ങനെ സുവിശേഷം അറിയിച്ച് പീലിപ്പോസ് സുവിശേഷം അറിയിക്കുന്നു. ഷണ്ണൻ തിരുവെടുത്ത് വായിക്കുന്നു, വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും പോയി അടുത്ത വാക്യം. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ, ഒന്നുകൂടെ പദം വായിച്ച്. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ. എങ്ങനെ വഴി പോകുമ്പം? ഇങ്ങനെ വഴി. രണ്ടുപേരും രഥത്തിനകത്താ, തേരില്ല. ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞ പീലിപ്പോസൻ യേശുവിനെ പറ്റി സുവിശേഷം പറയുന്നു. ഷണ്ണൻ ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നു. അതാ ഇങ്ങനെ. യേശു പാപികളെ രക്ഷിക്കും. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകും. യേശുക്രിസ്തുവിൽ കൂടി രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. ഇതാ ഇങ്ങനെ പറയുക. ആ സുവിശേഷം ഇങ്ങനെ പറഞ്ഞ് വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ വായിച്ചേ. വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ഡൻ പുള്ളി പീലിപ്പോസിനെ എടുത്ത് വെള്ളത്തിലിട്ടെന്നല്ല. വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഇതാ വെള്ളം. ഷണ്ണൻ പീലിപ്പോസ് ഉപദേശിയോട് പറയാ, ഉപദേശി വെള്ളം തന്നെ. അതിനെ നിനക്ക് കുളിക്കണോ? അല്ല, ദാഹിക്കുന്നു. എനിക്ക് ഞാൻ സ്നാനമേൽക്കണം എനിക്ക്. അപ്പൊ ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, അതിന് വേറെ സോപ്പും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, ലോഷനുമൊക്കെ ഉണ്ട്. സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല. സ്നാനം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനല്ല. സ്നാനമോ യേശുക്രിസ്തുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കാനാ. അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അതുകൊണ്ട് കർക്കശമായി സ്നാനപ്പെട്ടേ ഒക്കൂ. ഇത് പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചു ഒന്നുമല്ല. ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്ന പെന്തിക്കോസുകാരൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ സ്നാനത്തെ പറ്റി പ്രമാണം പുസ്തകത്തിലുണ്ട്. പെന്തിക്കോസുകാര് കൂടി വന്ന ഉണ്ടായതൊരു, എന്റെ ഭാഷയിൽ അങ്ങ് പറയാ, 2000 കൊല്ലം ആയുള്ളൂ. 2000 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെയും തർക്കമാ. അത് വെച്ചാ ഞാനീ പറഞ്ഞേ. പിന്നെ കേരളത്തില് വന്നിട്ട് ഒരു 125 കൊല്ലം ആയുള്ളൂ. എത്ര ആയുള്ളൂ? അതാ കാഞ്ഞംകുളത്തിലെ ഉണ്ണുണ്ണി സാർ വന്നതാ. ഉണ്ണുണ്ണി സാർ അവിടെ വന്ന് പരിണയത്ത് വന്ന് അഭിഷേകം പ്രാർത്ഥിച്ചു പോയതാ. പൂവാറിനടുത്ത്. കാഞ്ഞിരംകുളം കഴിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോ പരിണയം, അത് കഴിഞ്ഞ് പൂവാറ്.
അപ്പൊ പെന്തിക്കോസുകാര് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് 150 വർഷമായില്ല. പെന്തിക്കോസുകാരൊക്കെ വരുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് ആ സ്നാനത്തെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ചൊല്ലി വെക്കാടി അതപ്പെടാന്ന് ഉണ്ട്, കൊള്ളാം. പത്രോസിന്റെ ലേഖനമൊക്കെ നിങ്ങൾ പഠിച്ചാൽ നോഹ സ്നാനപ്പെട്ട ചരിത്രമാണ് എഴുതിയേക്കുന്നത്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് അത് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അടുത്ത പദം സ്നാനത്തിനൊരു മുൻകുറിയാണ്. അപ്പൊ നോഹയുടെ കാലം മുതലേ സ്നാനമുണ്ട്, അല്ലാതെ ബന്ധുക്കോസുകാരിപ്പം ഒപ്പിച്ച വിനയൊന്നും അല്ല. ചെല്ല് ധരിച്ചു വയ്ക്കുന്ന ബന്ധുക്കോസുകാർ ഉപദേശിമാർ ഒപ്പിച്ച വിനകൃതിയാ. അല്ലല്ല, നോഹ കുടുംബവും അന്ന് മുതലേ സ്നാനമാണ്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപയുണ്ടായി. നോഹയോട് ദൈവം പറഞ്ഞു, വെള്ളപ്പൊക്കം വരാൻ പോവാ, നീ പ്രസംഗിക്കണം, പെട്ടകത്തിനകത്ത് കയറണം, ആൾക്കാരെ ഇതിനകത്ത് കയറ്റണം, പകലെല്ലാം പ്രസംഗിച്ചോണം. നോഹ പകല് മുഴുവൻ പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ ആകെ തുക ഇതാ: വെള്ളപ്പൊക്കം വരാൻ പോവുക, വെള്ളം കുടിച്ച് ആകാതിരിക്കാൻ ഇവിടെ ഒരു പെട്ടകം ഉണ്ടാക്കുന്നുണ്ട്, പെട്ടകത്തിനകത്ത് കയറണം. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും 3 തട്ടും ഒറ്റ വാതിലും പല കോഷ്ടങ്ങളും ഒക്കെ ഈ പെട്ടകത്തിന്റെ കണക്ക്. സർജരസ ചാന്ത് കൊണ്ടൊക്കെ ഇത് ക്രമപ്പെടുത്തിയത്. നോഹ പ്രസംഗിച്ചിട്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും ഇതിനകത്ത് കയറുന്നില്ല, രക്ഷപ്പെടാൻ താല്പര്യമില്ല. അവ നാട്ടുകാരെല്ലാം പുള്ളിയെ നോക്കി വെച്ച് പറഞ്ഞു, തലയ്ക്ക് ഓളമാണെന്ന് പറഞ്ഞു. പിള്ളേര് തന്തതള്ളമാരുടെ ചൊൽവളിക്കടങ്ങാത്ത ചന്തപ്പിള്ളേരുണ്ട്, ഒട്ടേറെ ആർത്ത് വിളിക്കുന്ന തന്തതള്ളമാരുടെ ചൊൽവടിക്ക് അടങ്ങാത്ത ചന്തപ്പിള്ളേര്. അപ്പൊ പിള്ളേര് നോഹയെ പറ്റി പറഞ്ഞതാ, പോഷനാണ് ഇയാളയ്യോ തലകിൻ സ്ക്രൂ അയഞ്ഞു. പിള്ളേര് പറഞ്ഞു ഇച്ചിരി ഇളക്കമുണ്ടെന്ന്. പോഷനാണ് ഇയാളയ്യോ തലകിൻ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്നി പൊട്ടനല്ലാതെ വല്ലോരും ചൊല്ലുമോ? ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഉറക്കം ശരിയാകാൻ തന്നെയാണ്. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചറപറ പറയുന്നതും മാറും. കണ്ടവർത്തിരോടെല്ലാം മുങ്ങിച്ചാകുമെന്നിയാൾ തൊണ്ട വീണ്ടുളർന്നാൽ ഉണ്ടാമോ ജലപ്ലാവം? മണ്ടയിൽ തലച്ചോറ് വേണ്ടേ? മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലത് ഉണ്ടാകും മിണ്ടാതിനി. ഇതൊക്കെയാ പുള്ളിയെ പറ്റി ആക്ഷേപം. പക്ഷെ നോഹയ്ക്ക് ഇതൊന്നും വിഷയമല്ല, കാരണം ദൈവമാ പറഞ്ഞ്. അന്ന് വരെ വെള്ളപ്പൊക്കം എന്നാന്നോ മഴ എന്നാന്നോ ഒരെണ്ണം കണ്ടില്ല. അത് കാണാത്തവയെ പറ്റിയാ പുള്ളി വിശ്വസിച്ച് പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ചുരുക്കി പറഞ്ഞാൽ സമയമായിട്ട് ഒറ്റ ഒരുത്തനും ഗുണമായില്ല. എന്തായാലും കൊള്ളാം, ശുദ്ധി ഉള്ളതും ശുദ്ധിയില്ലാത്തതിനും തരം തിരിച്ചേച്ച് 7 എണ്ണത്തിന് കയറ്റാൻ പറഞ്ഞു. ഇഴജാതി മുഴുവൻ കയറി, മൃഗജാതി എല്ലാം കയറി, പറവജാതിയും കയറി, മനുഷ്യജാതിയിൽ 8 പേര് നോഹയുടെ കുടുംബം. ഒരു ജാതി മാത്രം പെട്ടകത്തിൽ കയറി. ഏത് ജാതിയാ മോളെ? വെള്ളത്തിലുള്ളതൊന്നും മോളോട് ചോദിച്ചാൽ അപ്പൻ അവിടെ ഇരുന്ന് പറഞ്ഞ് എന്നാലും ഉള്ളതാട്ടെ, നമുക്കൊരു ക്ഷീണം വരണ്ടെന്ന് ഓർത്താ. വെള്ളത്തിലുള്ളതൊന്നും ഇതിനകത്ത് കയറി, കാരണം വെള്ളം പൊങ്ങാൻ പോവാം. പിന്നെ ഇതിനെ അതിനെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റുന്നത്. 8 പേര് കയറി. ആരാ? നോഹയും നോഹയുടെ ഭാര്യയും 3 ആൺപിള്ളേരും അവരുടെ ഭാര്യമാരും. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, നോഹിന്റെ തനയരാം യാപത്തും ക്ഷേമം ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോഹിന്റെ പക്കിനിയും. അപ്പൊ നോഹയുടെ ഭാര്യ, 3 ആൺപിള്ളേർ അവരുടെ ഭാര്യമാര്, 3 3 6 2 8 പേര് കയറി. പിന്നെ കയറിയതെല്ലാം മൃഗജാതി ഇടജാതിയാ. വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി. ഞാൻ എപ്പോഴും പറയും കുക്കുരം പട്ടി ഇതിനകത്ത് കയറി. പട്ടിയുടെ ഉടമസ്ഥൻ പാപ്പച്ചൻ കയറിയിട്ടില്ല. പാപ്പച്ചൻ ഇപ്പോഴും പട്ടിയുടെ ബെൽറ്റുമായിട്ട് അതിനെയല്ല. പാപ്പച്ചൻ അതിന്റെ പട്ടി ഇതിനകത്ത് കയറി. മനസ്സിലാകുന്നില്ല. പാപ്പച്ചന്റെ മോനുണ്ട് ബാബുവിനെ പട്ടി വിളിക്കാം, ബാബു വരാൻ. ബാബുവും കയറുന്നില്ല. ബാബു അതിലെ കണക്ക, അയാൾക്ക് വട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി, വീടിന് കാവൽ നിൽക്കും കുക്കുരം മാർജരങ്ങൾ. മാർജരം ഇതിനകത്ത്, മാർജരം പൂച്ച, അല്ല പൂച്ച ഇതിനകത്ത് കയറി. പൂച്ചയെ വളർത്തിയ ബ്ലസി ഇതിനകത്ത് കയറില്ല. ബ്ലസിയുടെ പൂച്ചയുടെ പേര് പുസി എന്നാ.
പുസിപ്പൂച്ച ഇതിനകത്ത് കയറി പൂച്ചയകത്തുനിന്ന് ബ്ലസ്സിയെ വിളിക്കാം വരാൻ. ബ്ലസ്സി വരും. ബ്ലസ്സി പറഞ്ഞ എനിക്ക് ഇച്ചിരി പ്രോഗ്രാം ഉണ്ടെന്ന്. ചുരുക്കി പറഞ്ഞ ഇടജാതി മൃഗജാതി എല്ലാം ഇതിനകത്ത് കയറി. കോഴി ഇതിനകത്ത് കയറി, സകലതും ഇതിനകത്ത് കയറി. ഈ ദൈവം തമ്പുരാൻ വന്ന് വാതിലും അടച്ചു. നാട്ടുകാർ പല അഭിപ്രായം പറയും കേട്ടോ. ഈ പെട്ടകം ഉണ്ടാക്കിയ പുള്ളി, അതിന് സർജറി സച്ചാന്ത് കൊടുത്ത പുള്ളി, കമ്പും കോലും എടുത്ത പുള്ളി, അതിന്റെ മേൽനോട്ടം വഹിച്ചവര് കാണുമല്ലോ, അവരെല്ലാം ഒത്തിരി അഭിപ്രായം പറഞ്ഞു കാണും. നാട്ടുകാർ ഇന്നും അങ്ങനെ പുറത്തു നിന്ന് ഒത്തിരി അഭിപ്രായം പറയും. കാരണം ദൈവം വാതിലടച്ചു, ഇതിനകത്തെല്ലാം കയറിയിരിക്കുക. അപ്പം ആദ്യം കോഴി അങ്ങോട്ട് കയറി. കോഴി കയറി, തട്ടുകൾ പലതാ. ഒരു തട്ടേ കയറി കോഴി ഇരുന്ന്, പുറകെ കുറുക്കൻ അങ്ങോട്ട് കയറി. അപ്പം വെളി നിന്നവര് പറഞ്ഞ് രണ്ടുപേരും കയറിയിട്ടുണ്ട്. പിന്നെ ഒരാൾ പറയാൻ അനക്കമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാ മറ്റവൻ പറഞ്ഞു കയറി പിടിച്ചായിരിക്കും. കോഴിയെ കുറുക്കൻ അങ്ങനെ ആണല്ലോ പുറത്ത് നിന്നാൽ സൂക്ഷം കോഴിയെ, അത് പുറത്ത് നിന്ന അഭിപ്രായം. പക്ഷെ അകത്ത് ഇത് പെട്ടകമാ. ഇതിനകത്ത് കയറിയ കോഴി കയറി അങ്ങോട്ടിരുന്ന എന്റെ ഭാവനയാ. കുറുക്കൻ കയറി ഇങ്ങോട്ട് വന്നപ്പോ കോഴി എവിടെ നിന്ന് പറഞ്ഞു പ്രൈസ് ലോർഡ് ബ്രദർ. ഉടനെ കുറുക്കൻ ചെന്ന് സ്തോത്ര സിസ്റ്ററെ എപ്പ കയറി. പുള്ളിക്കാൻ ഞാൻ 5 മിനിറ്റ് ആയി കയറിയിട്ട്. പ്രൈസ് ലോർഡ്. ഇതായി പെട്ടകത്തിനകത്ത് പുറത്ത് നിന്ന് നീ എന്നെ ആവശ്യമില്ലാത്ത വർത്താനം. അവൻ പുറത്ത് നിന്ന് അഭിപ്രായം പറയാ, എടാ പിടിച്ചടാ, കോഴിയെ പിടിച്ചു, അനക്കമൊന്നുമില്ല, ഇവിടെ ആരെയും പിടിക്കുന്നില്ല, എല്ലാം തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അതാ പെട്ടകം. പെട്ടകം ക്രിസ്തുവാ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്.